വിൽപത്രം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ്. എന്നാൽ നിലവിലുള്ളതും നമുക്കാർക്കും അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ് ലിവിംഗ് വിൽ അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം ആരോഗ്യ പരിരക്ഷ ലഭിക്കണമെന്ന് മുൻകൂട്ടി എഴുതി തയ്യാറാക്കുന്ന ഒരു വിൽപത്രമാണിത്. കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നതാണ് ഈ വില്ലിന്റെ പ്രത്യേകത. തൊടിയിൽ കുടുംബാംഗങ്ങൾ ഈ വർഷം നടത്തിയ വാർഷിക കൂട്ടായ്മയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു ആശയമായിരുന്നു ലിവിംഗ് വിൽ. കുടുംബാംഗങ്ങൾ ഈ ആശയത്തെ ഏറ്റെടുക്കുകയും വിൽപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്തു. കലക്കോട് തൊടിയിൽ കൂട്ടുകുടുംബം സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഈ ആശയത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ CV രാജേന്ദ്രൻ അഭിനന്ദിച്ചു. ഈ ലിവിംഗ് വില്ലിനെ കുറിച്ച് മാം എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളെ കുടുംബത്തിലെ ഒരു മെമ്പറായ അംഗം പാലിയേറ്റ് കെയർ യൂണിറ്റിലെ അംഗമാണ്. എൻ്റെ കസിനാണ്. അദ്ദേഹം പറഞ്ഞ വഴിയാണ് ഞങ്ങളിതിനെക്കുറിച്ച് അറിഞ്ഞതും. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇത് ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, വ്യത്യസ്തമായിട്ടുള്ള അറിവാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസിലൊക്കെ മാത്രമേ നമ്മളിത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇത് ഉൾക്കൊള്ളാനുണ്ടായ ആ ഒരു ഇൻസിഡൻ്റ് ഒന്ന് പറയാമോ? അതായത് അധികം പ്രായം അതിക്രമിച്ചാലും നമ്മൾ അവർക്ക് വയ്യാതെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്തൊക്കെയായാലും നമ്മുടെ ഒരു ICU യൂണിറ്റിലാകുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ആരെയും കാണുന്നില്ല. അവർക്കതിനകത്ത് വളരെ പ്രയാസകരമായിരിക്കും. അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള അത് സംസാരിക്കാൻ പറയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ അടുത്തുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളടുത്ത് പറയാം. നമ്മളുടെ സമ്പർക്കം അവർക്ക് മനസ്സിന് സന്തോഷം തരും എന്നൊക്കെയുള്ള ഒരു ചിന്ത തന്നെയാണ്. ഈ ഒരു ലിവിംഗ് വില്ലിനെ കുറിച്ച് സമൂഹത്തോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇതിപ്പം നമ്മുടെ കുടുംബ കൂട്ടായ്മ എടുത്ത ഒരു തീരുമാനമാണ്. ഇതിപ്പം ശരിക്കും നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ കുടുംബ സംഗമം നടത്തുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുടുംബ സംഗമത്തിനൊക്കെ ഒരു ചർച്ച വന്നപ്പോൾ നമ്മളൊരു വൃദ്ധസദനം തുടങ്ങുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ഡൊണേഷനെ കുറിച്ചുമൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ നേരത്തെ പറഞ്ഞത് കണക്ക് കൊല്ലം ജില്ലാ പാലിയേറ്റീവ് കെയറിൻ്റെ നോഡൽ ഓഫീസർ കൂടിയായ നമ്മുടെ ഒരു കുടുംബ മെമ്പർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ വളരെ വിശദമായി പറഞ്ഞു. അപ്പം ഇത് നേരത്തെ ഉള്ളൊരു വില്ല് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടെ ജനകീയമായി ഇപ്പം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് നേരത്തെ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കണ്ടൊക്കെ സൈൻ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെ വന്നപ്പം നമുക്കത് ഒരു ഗ്രൂപ്പായിട്ട് ഇൻഡിവിജ്വലായിട്ട് പലരും ചെയ്ത് കഴിഞ്ഞു ഈ വില്ല്. അപ്പം നമ്മളൊരു കുടുംബം മൊത്തത്തിൽ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ആ മെമ്പർ പറഞ്ഞത് കേരളത്തിലോ ഒരുപക്ഷെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു കുടുംബമാകാം. അതിൽ നമ്മൾ നാളെ ഒരു സാമൂഹ്യമായൊരു സന്ദേശം കൊടുക്കുന്നു. അപ്പം ജനകീയമാകുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പം അതുകൊണ്ടുള്ള ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അത് പ്രകാരമാണ് നമ്മൾ ഇന്നലെ കൂടിയ ആ കുടുംബ സംഗമത്തിൽ വെച്ച് ഏകദേശം 65ഓളം പേര് നമ്മൾ ഈ വില്ലിൽ സൈൻ ചെയ്ത് നമ്മൾ സമർപ്പിക്കണം. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ വെച്ചിരുന്നാൽ മതി. നമ്മുടെ പേരൻസിനെയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നാളെ ഒരു ടെർമിനൽ ഇൽനെസ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഉണ്ടാകുന്ന, അതായത് മീൻസ് നമ്മൾ പലരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ ഈ ICU യൂണിറ്റുകളിലൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞ് നമുക്ക് അറിവുണ്ട്. പ്രായമുള്ളവരെ കൊണ്ട് ICU യൂണിറ്റ് കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കുറേ ട്യൂബുകളൊക്കെ ഇട്ട് കഴിയുമ്പം അവർ ശരിക്കും അനുഭവിക്കുന്ന മനോവേദന. പണ്ടൊക്കെ പക്ഷേ എല്ലാവരും ഡോക്ടേഴ്സൊക്കെ ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഒരുപാടടുത്ത് അവരൊക്കെ ഒരു പക്ഷേ ആ ഒരു ഇനി നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കംപ്ലയിൻറ്റിനെ പേടിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്യും. അതൊരു പക്ഷേ അത് ഒരുപാട് ട്യൂബുകളൊക്കെ ഇട്ട് കഴിയുമ്പം ഈ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ മാനസിക നില മാറുമ്പം അവർ വിചാരിക്കുന്നത് ഈ മക്കൾ എന്നെ കൊണ്ടുവന്ന് ഏതോ ഒരു വലിയ പീഡന റൂമിൽ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുന്നു. എനിക്ക് തോന്നുന്നു 65ഓളം ആൾക്കാരുടെ മേലെ ഇതിങ്ങനെ ചെയ്യാൻ ഒരു ദിവസം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതൊരു വലിയൊരു സന്ദേശമാണ്. അപ്പം അതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഇതിൻ്റെ പ്രത്യേകത അദ്ദേഹം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകൾ വേണം, ഇതിൻ്റെ അകത്ത് ഇടണം
ഇതിൻ്റെ അകത്തിട്ട് CPR തരണം, അല്ലെന്നുണ്ടെങ്കിൽ ട്യൂബൊക്കെ കടുപ്പിച്ച് തന്നെ കിടത്തിയിരിക്കണം എന്ന് നമുക്ക് പറയാനുള്ള വീണ്ടുമുള്ള അവകാശം. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു രജിസ്ട്രേഷൻ ബില്ലൊന്നുമല്ല, പെർമനൻ്റ് അല്ല, നമുക്ക് നാളെ എടുത്ത് തീരുമാനിക്കാം. അപ്പം നമ്മൾ ഇതിപ്പോൾ ശരിക്കും അത് നമ്മൾ ഒരു കോപ്പി വേണമെങ്കിൽ പഞ്ചായത്തിന് കൊടുക്കാം, മറ്റേ കോപ്പി നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പം ഡോക്ടേഴ്സിന് നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റ് പ്രകാരം പിന്നീട് ട്രീറ്റ് ചെയ്താൽ മതിയാവും. കാര്യം ആൾറെഡി നമ്മുടെ കൺസേൺഡ് അവരെ കയ്യിരിക്കുകയാണ്. അപ്പോൾ ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് നാളെ ഒരു ചോദ്യം വരുന്നില്ല. ഇത്രയും ഉള്ള, അതായത് എല്ലാ പേഷ്യൻറ്റിൻ്റെയും കേസിലല്ല പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിൽ ആണ് നമ്മൾ, അല്ലാതെ മൊത്തത്തിൽ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, അല്ല എന്നെ ICU കയറ്റരുത്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു 90 എബോവ് ആയുള്ളൊരു പേഷ്യൻ, അല്ലെങ്കിൽ ഒരു 80 ആയി, അദ്ദേഹത്തിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിൻ്റെ ഏകദേശം ആൾമോസ്റ്റ് ചില ഓർഗൻസൊക്കെ പോയി, അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ട നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഇത് ശരിക്കും നമ്മൾ രണ്ട് കാര്യം, ഞാൻ സാമ്പത്തികത്തിൻ്റെ അത് വിടുക, എന്നാലും നമ്മൾ ശരിക്കും മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന തന്നെയാണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഏജിലുള്ളവരുടെ മാനസികാവസ്ഥ മാറി, കുഞ്ഞുങ്ങൾ അവർക്ക് പറ്റില്ല ഒരു ICU യൂണിറ്റിൽ, അല്ലെങ്കിൽ പിന്നെ വെൻറ്റിലേറ്റർ എന്നൊക്കെ പറഞ്ഞ്, വെൻറ്റിലേറ്റർ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അവർക്ക് ഒരു 2 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് നേടാനാണ് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഈ അസുഖങ്ങളെക്കുറിച്ച് പറയാൻ ആരോഗ്യത്തോടിരിക്കുന്ന സമയത്ത് ആരും തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു സത്യമാണ്. നമ്മളെല്ലാം വാർദ്ധക്യത്തിലേക്കും 1000 ലോകത്തിലുണ്ടായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളിലൊക്കെ നമ്മൾ നാളെ എത്തപ്പെടുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ കുടുംബം ചിന്തിച്ചു എന്നേ ഉള്ളൂ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ആ ചർച്ച ഫലവത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമുക്ക് അവിടെ ആ മെഡിക്കൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് കുറച്ച് ആളുകളുള്ളതുകൊണ്ടായിരിക്കണം ആ കുടുംബത്തിന് നമുക്കത് പറ്റി. അപ്പോൾ അത് നമുക്കൊരു പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ, നാളെ അതൊരു സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അന്ന് വളരെ ചുരുക്കം പേര് തുടങ്ങിയെങ്കിലും ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരായി. അപ്പോൾ അതിലൂടെ എല്ലാവരും ആ സൈൻ ചെയ്ത് ആ ഒരു കരാർ സൂക്ഷിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നാളെ ഡിജിറ്റൽ രൂപത്തിലൊക്കെ ആവും. അഡ്വാൻസ്ഡായിട്ട് സയൻസ് മാറി വരുമ്പോൾ ഒരു ബട്ടൺ ഞെക്കിയാൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ആ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് കിട്ടും. ഒരു ഡോക്ടറിന് അവരും സേഫായി നമ്മൾ നേരത്തെ നമ്മൾ എങ്ങനെ ലിവിങ് ചെയ്യണം, ലിവിങ് വില്ല് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏജ്ഡായിട്ടുള്ളത് നമുക്കറിയാം, നമ്മളൊരു 40 അല്ലെങ്കിൽ ഒരു 35 നമുക്കിങ്ങനൊരു കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ അത് പാലിക്കാം എന്നൊക്കെ നമ്മൾ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ നമ്മളൊരു കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ഒരു 60s തന്നെ നമുക്ക് വാർദ്ധക്യ സഹജം എന്ന് പറഞ്ഞ് തുടങ്ങി ഉണ്ട്. അപ്പോഴത്തേക്ക് അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് മെമ്മറി ലോസ്റ്റ് ആകാനും നമ്മുടെ ഓർമ്മ നശിക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലിവിങ് വില്ല് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും മിസ്യൂസ് ചെയ്യപ്പെടുമല്ലോ. ചിലപ്പോൾ ഇതെടുത്ത് മാറ്റുമോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് അറിയത്തില്ല. പലതും പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്, അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ അയ്യോ അച്ഛൻ മരിച്ചു, ഇനി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുഞ്ഞു മക്കളാണെങ്കിൽ അയ്യോ എൻ്റെ പാരൻറ്റ് പോയി, എനിക്കിനി എന്ത് എന്നുള്ളത് അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ ഇനി എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, അവർക്ക് വേണ്ടി ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല, അങ്ങനെ പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഈ ലിവിങ് ഫോം കൊണ്ടുള്ള ഇതെന്താണ് ബെനിഫിറ്റ്? ശരിയാണ്, അത് നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് കാര്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്ട്രാർ വന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മാറ്റപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പം ഇത് ശരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇല്ല. അത് കൂടാതെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സ്പെസിഫൈഡ് കോളം തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഈ കൺസേൺ, അതായത് നമ്മുടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തപ്പെടുന്നതെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സാവാം, ആരെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തൊരു കോളമുണ്ട്. ആ കോളത്തിൻ്റെ അവരുടെ പേരുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ അവർക്ക് വന്നിട്ട് നാളെ ഒരു കാലത്ത് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ ഈ വില്ലിൽ തന്നെ സാധ്യത ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ കുടുംബ കൂട്ടായ്മയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു ലിവിങ് വില്ലിനെ പറ്റി നമ്മുടെ അങ്കിൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മയുടെ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഉണ്ടായ എൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത് കൂടുതൽ ഇനിഷ്യേറ്റീവായിട്ട് നമുക്കെല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിച്ച് ഇതേ കണക്കൊരു ലിവിങ് വില്ല് ഒരു കൂട്ടായ്മയിലൂടെ
ഒപ്പിട്ടെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴേ എനിക്കുണ്ടായിരുന്നു. അമ്മ ഒരു പെട്ടെന്ന് ഉള്ളൊരു അസുഖത്തിൽ 5 ദിവസത്തിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലാവുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സാധാരണ വീട്ടിലേക്ക് നടന്നും പോയി നിന്ന് അമ്മ പെട്ടെന്ന് ഒരു ദിവസം കണ്ട് ഒരു ഓർമ്മയില്ലാതെ പോവുക. അപ്പം ഞങ്ങൾക്ക് ഒന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ സ്കാൻ ചെയ്ത് എല്ലാം മെഡിക്കൽ കോളേജിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനില്ല, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ 5 ദിവസത്തിനിടയ്ക്ക് ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുമോ, ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലേ എന്ന് ചിന്തിച്ചിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഡോക്ടർമാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ കറക്റ്റായിരുന്നു. വീട്ടിൽ കൊണ്ടുപോകണ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന്. എന്നോട് ഈ അങ്കിൾ അതിൻ്റെ ആ രോഗിയുടെ മാനസികാവസ്ഥയെപ്പറ്റി വിവരിച്ചപ്പോഴാണ് ഞാൻ അമ്മയോട് എന്തോ വലിയ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ മക്കൾ അമ്മയോട് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാനും കാരണമെന്ന് വെച്ചാൽ അമ്മ അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാവണം. കാര്യം നമ്മൾ അമ്മയെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് കറക്റ്റ്, അമ്മയ്ക്ക് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ളത്. പക്ഷേ ആ അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു സമാധാനമായൊരു മരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാണ്. പക്ഷേ നമ്മൾ അതല്ല ചിന്തിച്ചത്. പക്ഷേ അപ്പോൾ ഇനിയിപ്പം എനിക്ക് നാളെ ഒരവസ്ഥ ഇങ്ങനെ വന്നാൽ പോലും അവർക്ക് വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഉള്ളൊരു ചിന്തയ്ക്കുള്ള ഒരു ചാൻസ് കൊടുക്കാതെ ഞാൻ തന്നെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയാവുകയാണെങ്കിൽ എന്നെ ഇനി ട്രീറ്റ് ചെയ്യണ്ട എന്ന് ഞാൻ എഴുതി ഒപ്പിടുക എന്ന് അതെനിക്ക് നല്ല ബോധ്യത്തോടു കൂടി ഞാൻ ചെയ്യുകയാണ്. അപ്പം അത് എനിക്കും ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അതൊരു മാതൃകയാവാൻ ഈ കൂട്ടായ്മ വഴി ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ചാരിതാർത്ഥ്യമുണ്ട്. വിൽപത്രം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ്. ഒരു വ്യക്തിയുടെ മരണശേഷം അയാളുടെ സ്വത്തും അനുബന്ധ സ്വത്തുക്കളും എങ്ങനെ വിതരണം ചെയ്യണമെന്ന് വിവരിക്കുന്ന നിയമപരമായ രേഖയാണ് വിൽ. നമുക്കാർക്കും സുപരിചിതമല്ലാത്ത ഒന്നാണ് ലിവിങ് വിൽ അഥവാ അഡ്വാൻസ് കെയർ പ്ലാൻ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ തൻ്റെ ശിഷ്ടകാല ജീവിതത്തിൽ തിരിച്ചു വരാനാകാത്ത രോഗാവസ്ഥകളിൽ ആരോഗ്യ പരിരക്ഷ എപ്രകാരം ആയിരിക്കണമെന്ന് എഴുതി തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ലിവിങ് വിൽ. പൊതുജന മധ്യത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ലിവിങ് വില്ലിൻ്റെ നിയമസാധ്യതയുള്ള ഒന്നാണ് ലിവിങ് വിൽ. സുപ്രീം കോടതിയിൽ 2023 ജനുവരി 23 ലിവിങ് വിൽ തയ്യാറാക്കുന്നതിൻ്റെ ഘടന ലഘൂകരിച്ചു. ഇതിൻ്റെ ഭാഗമായി ഒരു ഗസറ്റഡ് ഓഫീസറോ ഒരു നോട്ടറിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ലിവിങ് വിൽ തയ്യാറാക്കാം. ഒറിജിനൽ നമ്മുടെ കൈവശം സൂക്ഷിക്കുകയും പകർപ്പുകൾ പഞ്ചായത്തിനോ ഹോസ്പിറ്റലിനോ കുടുംബ ഡോക്ടർക്കോ നൽകാം. എൻ്റെ പേര് ഗംഗ SG. ഞാൻ പാലിയേറ്റീവ് നഴ്സിംഗ് ഓഫീസറാണ്, മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ, മെഡിക്കൽ കോളേജ്, കൊല്ലം. നമ്മളെല്ലാവരും വിൽപത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വസ്തുവകകളൊക്കെ എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി എഴുതി വയ്ക്കുന്ന ഒരു രീതിയാണ് വിൽപത്രത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതാന്ത്യം എങ്ങനെയാവണം, നമ്മൾക്ക് ഇനി ഒരു തരത്തിലും നമ്മൾക്ക് അധികകാലം ജീവിക്കില്ല, 1 മണിക്കൂർ പോലും നമ്മൾക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പായെന്ന ഘട്ടത്തിൽ നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം അവസാനം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിനെയാണ് ലിവിങ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻറ്റുബേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ICUവിൽ അഡ്മിറ്റ് ആക്കുക, അല്ലെങ്കിൽ CPR തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും. അത് ലീഗലി തയ്യാറാക്കി വയ്ക്കുന്ന രീതിയാണ് ലിവിങ് വിൽ അഥവാ അഡ്വാൻസ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഡോക്ടർ ഗൗരി. ഞാനിവിടെ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ GMC കൊല്ലം. ഈ അഡ്വാൻസ് കെയർ പ്ലാൻ എന്ന കാര്യം ഒരു പരിധിവരെ നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള. ആദ്യം അത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യണമായിരുന്നു. അതിനുശേഷം 2023 മുതൽ നോട്ടറി ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറിൻ്റെ സാന്നിധ്യത്തോടെയായിരുന്നു ചെയ്യേണ്ടത്. ഹായ്, എൻ്റെ പേര് ശാലി. ഞാൻ GMC കൊല്ലത്തെ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷനിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ലിവിങ് വില്ലിനെ പറ്റി സാധാരണ ജനങ്ങളെ ബോധവാന്മാരാക്കാനും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കാനും വേണ്ടി GMC കൊല്ലത്തെ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ വഴി നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. കലക്കോട് തൊടിയിൽ കുടുംബത്തിൻ്റെ ഈ വർഷത്തെ വാർഷിക കുടുംബയോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ലിവിങ് വിൽ. കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഈ ആശയത്തെ ഏറ്റെടുക്കുകയും ഈ സംഗമത്തിൽ വെച്ച് 65ഓളം അംഗങ്ങൾ വിൽ ഒപ്പുവെച്ചു.
കലക്കോട് തൊടിയിൽ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ലിവിംഗ് വിൽ എന്ന ആശയം വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. ഈ കുടുംബാംഗങ്ങൾ സമൂഹത്തിനു മുന്നിൽ കാട്ടിയ മാതൃക മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.